അപ്പൊ നമ്മള് അന്ന് മഴ കാരണം നമുക്ക് പറമ്പാട്ടുമേലെ പോയിട്ട് നമ്മളെ സ്ഥലത്തേക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മള് വീഡിയോ എടുത്തിരിക്കും. നമ്മൾ ഇനി അടുത്ത തന്നെ ഉടനെ വീഡിയോ ഇടൂന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇന്ന് ഞങ്ങൾ പോവാണ്. ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല. ഇപ്പം എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നുള്ളൂ. അപ്പൊ ഇത് പോകുന്ന വഴിയില് എന്താ പറയാ, ഇത് കണ്ടോ, നാച്ചുറൽ വാട്ടർ. ഇതേ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ഓലി. ഇതേ കണ്ടോ, അതിന്ന് കണ്ടോ, പാറക്കെട്ടിന്ന്. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് കുടിക്കാൻ കൊള്ളുന്ന വെള്ളാണ്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടോ, നീ കുടിച്ചോ. ഇന്ന് എനിക്കല്ലേ തണുപ്പുണ്ടോ? നല്ല തണുത്ത വെള്ളാണ് കേട്ടോ. ആണല്ലേ? ഓ എന്നാ സത്യം പറയാട്ടോ, എന്നെ ടേസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം തിളപ്പിച്ച വെള്ളം കഴിഞ്ഞിട്ട് ഈ വെള്ളം എടുത്തോണ്ട് പോയാലോ എന്ന് ആലോചിക്കാം. നല്ല വെള്ളം. അയ്യോ മതി. എന്നിട്ട് ഇങ്ങനെ തന്നെ വെക്കുക. എന്നാ ടെക്നോളജി നോക്ക്, എന്ത് സെറ്റപ്പാ. പിന്നെ ഇത് നിറച്ചു ഓലികളാണ് കേട്ടോ ഇവിടെ. 3-4 ഓലികള്. അതെ, പ്യുവർ വാട്ടർ. ഒരു നിരക്കുണ്ടല്ലോ, 1, 2, 3, 4, 5 ഇങ്ങനെ കുഞ്ഞു കോലികളാണ് കേട്ടോ. പക്ഷെ കുടിക്കാൻ കൊള്ളുന്ന അത് മാത്രമേ ഉള്ളൂ. ആണോ? അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഇതിനകത്ത് വെള്ളം ഒക്കെ കുടിക്കുന്നതാണ്, പക്ഷെ ഇപ്പൊ കുടിക്കുന്നില്ല എന്നുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പറമ്പാട്ടുമല പാർട്ട് 1 വീഡിയോക്കകത്ത് ഉണ്ടല്ലോ, ഇവിടെ അതായത് ഒരു 3-4 ദിവസമല്ലേ ആയിരുന്നു നമ്മള് വന്നിട്ട്. അപ്പൊക്കെ ഇവിടെ നിറച്ചും പള്ളയൊക്കെ ആയിട്ട് കാടൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പൊ ഇന്നിപ്പോ ദേ എല്ലാം ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണത് കണ്ടോ. അപ്പൊ ആ സ്ഥലമല്ല ഈ സ്ഥലം പറയരുത് കേട്ടോ, ആ സ്ഥലം തന്നെയാണ്, ആ വഴി തന്നെയാണ് ഈ വഴി. അപ്പൊ ഇന്ന് ഞങ്ങളുടേതേ, അന്ന് ഞാൻ തന്നെയായിരുന്നു. ഇന്ന് എന്റെ കൂട്ടുകാരി ഉണ്ട്, എന്റെ ശങ്കരേ കണ്ടു. അപ്പൊ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് എത്തട്ടെ കേട്ടോ. ചേട്ടാ പോവാണേ. നമ്മുടെ വീട്ടിൽ പണ്ടൊന്നും ഓർക്കുന്നില്ല. പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ. അന്ന് നമുക്ക് ഇറങ്ങാനോ ഒന്നും പറ്റിയില്ല, മഴയൊക്കെ കാരണം. ഇത് ദേ കരിമ്പാണ് കേട്ടോ. നമുക്ക് കരിമ്പ്, പിന്നെ അതെ അവിടെ കരിമ്പ്. ഇത് ദേ തൊമരാന്ന് പറഞ്ഞൊരു സാധനമാണ്. കരിമ്പിന്റെ തണ്ടാന്ന് തോന്നുന്നു. ഇത് തൊമര. ഇതിനകത്തൊരു കായ ഉണ്ടാവും കേട്ടോ, അത് കറി വെക്കാൻ നല്ല ടേസ്റ്റാ. ഇപ്പൊ ഇതിനകത്തില്ല. തൊമരക്ക നല്ല ടേസ്റ്റ് അതിന്. പിന്നെ നിറച്ച് നല്ല ഇത് ചീനി. ഇനിയിപ്പോ ഞങ്ങള് വേഗം അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പൊ ശരി, പിന്നെ കാണാം. അന്ന് നോട്ടിട്ടിട്ട് പോയതാണ് കേട്ടോ ഇത്. എന്ത് രസമായി കപ്പലാവ് തൊട്ട്. കപ്പൽമാവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര നിരക്ക് ഒരു എന്താ പറയാ, എന്ത് രസമല്ല. ഇങ്ങനെ നല്ല കൊട്ട പോലെ. അതില് കയറി നോക്കട്ടെ കേട്ടോ, വീഴുമെന്ന് അറിയില്ല. അതിനുമ്പ് ചെരുപ്പൊന്ന് മാറ്റട്ടെ, ചപ്പല് ഇട്ടുകൊണ്ട് വരട്ടെ കേട്ടോ. ഒരു മിനിറ്റ്.
ഞങ്ങളൊന്ന് കേറാൻ നോക്കട്ടെ കേട്ടോ. പെടച്ച് വീഴുമെന്ന് അറിയത്തില്ല. അപ്പൊ കേറി നോക്കുവാട്ടോ. തടിയില്ല, മരത്തേലാ. അയ്യോ ഓക്കെ വീണ. നിങ്ങൾ രണ്ടും കൂടെ മരം കയറി ക്യാപ്ഷൻ രണ്ടടേ. കപ്പലമാവ് ഇരിയും കേട്ടോ. കപ്പലമാവ് ഇരിഞ്ഞ് ഞാൻ വീണാലും ആരുടെയാന്നുള്ളത് അവരെന്നെ പിടിച്ചെടുത്തോന്ന് എനിക്ക് അറിയത്തില്ലാത്ത. അപ്പൊ അതെ പണ്ടൊക്കെ നിങ്ങൾ വന്നേ. അതെ അതെ, പണ്ടൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ കപ്പലമാവ് കാണുമ്പോ പിടുത്തമില്ലടാ. നിക്കട്ടോ, ഞാൻ കേറി ഇരുന്നിട്ട് കൈവിട്ട് പോയാ താട്ടി ചാടിക്കണം. ആ ഇപ്പൊ എങ്ങനെയായി? കുറച്ചും കൂടി മേലെ കയറിയാലോ? അതൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു. മഞ്ഞ ഇപ്പൊ മഞ്ഞ് കേറി തുടങ്ങിട്ടോ. ഞങ്ങക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവിടെ എത്തപ്പെടാൻ പറ്റുമെന്നുള്ളത്. അന്ന് 2 പ്രാവശ്യം ഇവിടെ മഞ്ഞുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ എന്താ പറയാ, അടുത്ത മഴ തുടങ്ങിയെന്ന് തോന്നുന്നു. മഴ സീസൺ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയാ, ഇന്ന് കന്നിയൊന്നല്ലേ? ഇന്ന് കന്നിയൊന്നായിട്ടും തുലാമല്ലേ ശരിക്കും മഴയുടെ ഇതെന്ന് പറയുന്നത്. തുലാമഴ അത് തുലാമാസത്തിലല്ലേ? പക്ഷെ ഇപ്പോഴേ നോക്ക് മഞ്ഞ് തുടങ്ങി. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തണം. അതാണ് നമുക്ക്. കാരണം മഞ്ഞ് നിറച്ച് മഞ്ഞായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോഗ് കാരണം കാണാൻ പറ്റില്ല നമുക്ക്. അവിടെ ഒരു പാറ, നമ്മൾ കേട്ടറിഞ്ഞെന്ന് വെച്ച് അവിടെ ഒരു പാറയുടെ പൊക്കത്ത് കയറി നിൽക്കുമ്പോ ആണ് എന്താ പറയാ ആ ഒരു വ്യൂ പോയിന്റ് കാണുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ മഞ്ഞ് വന്നു കഴിഞ്ഞ് അവിടെ കാണാൻ പറ്റില്ല. എന്തോ ഇത് എന്തോ റിസോർട്ട് എന്തോ പണിയെന്നാ തോന്നണേ. അപ്പൊ നമ്മള് പോകുന്ന വഴിക്കതേ കണ്ടോ, ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോ കരുത് കേട്ടോ. ഇല്ലി കണ്ടോ, ഇടി വെട്ടുന്നുണ്ട്. ഇന്നും പോക്ക് നടക്കുമെന്ന് അറിയില്ല, എത്തിപ്പെടാൻ പറ്റുമെന്ന്. ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തെ ഒരു പേര കണ്ടപ്പോ ഇത് നിറച്ചും പേരയ്ക്ക. വീടൊന്നും കണ്ടില്ല ചോദിക്കാൻ. ആരുടെ ആയാലും സോറി കേട്ടോ. ശരി, ഒന്നുമില്ല, 2 എണ്ണം മതി. ഈ മഴയും കാടും മഞ്ഞും ഒന്നും ബാധകമല്ലാണ്ട് ഒരു ഭീകര ജീവി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പാപ പോത്തുകുട്ട ഞങ്ങൾക്ക് തടസ്സാവല്ലേടാ പൊന്നെ. അപ്പൊ നമ്മൾ അന്ന് വന്ന സ്ഥലം എത്തിട്ടോ. ഒരു റിസോർട്ട് പണിതോണ്ടിരിക്കുവാന്ന് പറഞ്ഞ സ്ഥലം എത്തി. ജസ്റ്റ് അന്നത്തെ ഇന്നത്തെ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 5 ദിവസം മുമ്പേ അന്ന് നമ്മൾ ഇവിടെയാണ് വണ്ടി ഇട്ടേച്ച് പോയത്. താഴെ ഇട്ടത്. ഇവിടെ ടയറിന് വല്ലതും കയറും എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ പക്ഷെ നമുക്ക് വണ്ടിയും കൊണ്ട് പോവായിരുന്നു കേട്ടോ. ശരിക്കും വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് വണ്ടിയും കൊണ്ടാണ്. അന്നത്തേക്കാളും കുറച്ച് മഞ്ഞൊക്കെ കൊള്ളുന്നുണ്ട്. അന്ന് കാറ്റുണ്ടായിരുന്നില്ല, തണുപ്പും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പതേ അന്നത്തേക്കാളും നേരത്തെ, ഇന്ന് 2-3 മണിക്കൂർ നേരത്തെയാ. പക്ഷെ ഇപ്പതേ നല്ല കാറ്റ്, തണുപ്പ്. നോക്ക് എന്ത് രസാ നോക്ക്. കൊടൈക്കനാലൊക്കെ പോയി നിൽക്കുന്നല്ലോ, അത്ര തണുപ്പില്ലെന്നേ ഉള്ളൂ.
ദേശത്തെ കാറ്റ് വന്ന് ആ ചേച്ചി എന്ന് പറഞ്ഞില്ലേ. എങ്ങനെയുണ്ട്? അല്ല ഇവിടെ എങ്ങനെയുണ്ട്? ആണ്ടോ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളിയാട്ടെ. അതെ അതെ, ആ കാറ്റും തണുപ്പും പറന്നു പോകുന്ന സൂപ്പറാണ് കേട്ടോ. സൂപ്പർ. അന്ന് വന്നതിനേക്കാളും കൂടുതൽ എന്താ പറയാ, നല്ല രസമാണ്. ടെസ്റ്റ് എടുത്തില്ലേ? വരുന്ന വഴിക്കാ ഇപ്പം ഉച്ചക്ക് 2:30 ആയിട്ടോ, 2:30 ആയിട്ടുള്ളൂ. ഈ 2:30ക്ക് ഇവിടെ ഇത്രയും തണുപ്പും ആ നല്ലൊരു കാറ്റും ആണെങ്കിൽ വൈകുന്നേരം എന്താ പറയാ, റിസോർട്ട് പണിയുന്നുണ്ട്. റിസോർട്ടൊക്കെ പണിതിട്ട് ഇവിടെ വന്ന് റൂമൊക്കെ എടുത്തിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ നിങ്ങൾക്ക് എന്നാ പൊളിയായിരിക്കും പൊന്നോ, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇനി നമ്മുടെ സ്പോട്ട് എത്തിയിട്ടില്ല കേട്ടോ, അങ്ങോട്ട് പോണം. അതാണ് നമ്മുടെ ഉള്ളത് പറമ്പാട്ടുമലയിലാണ്. അപ്പൊ നമ്മൾ ഇരികല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അപ്പം എന്താ പറയാ, ഇത് കണ്ടോ, ഈ ഒരു വ്യൂ നോക്കിക്കേ. ഇപ്പൊ ഉച്ചയ്ക്ക് സമയം 2:30 ആയി. ഈ 2:30 എന്നുള്ള സമയത്ത് ആണെങ്കിൽ പോലും ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൊടുങ്കാറ്റല്ല, നല്ല അടിപൊളി കാറ്റ്, തണുപ്പ്. പിന്നെ ഇതിന്റെ താഴത്തേക്ക് കണ്ടല്ലോ, വലിയ ഗവിയാണ് കേട്ടോ. അതേ കണ്ടോ, രണ്ടരയ്ക്കും മഞ്ഞ് കണ്ടു, മഞ്ഞ് കയറി കിടക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് ഇവിടെ മുഴുവൻ കാണാൻ പറ്റും. അടിപൊളി സ്ഥലമാണ്. തൊടുവഴിക്ക് സമീപം കലയന്താനി എന്നാണ് നമ്മളിങ്ങനെ കയറി വരുന്നത്. ഉടുമ്പന്നൂരിൽ നിന്നും കയറി വരാൻ പറ്റും. അപ്പൊ തൊടുവഴിക്ക് സമീപമുള്ള പറമ്പാട്ടുമല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. അപ്പം അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി വൈബാണ്, ഒന്നും പറയാനില്ല, പൊളി. അപ്പൊ നമ്മള് ഇവിടം വരെ എത്തി. ഇനിയിപ്പൊ നമ്മള് എന്താ പറയാ, കുറച്ചും കൂടെ മേളിലേക്ക് കയറിയിട്ട് ആണ് പോകുന്നത്. ഇവിടെ വണ്ടി ഇട്ടു, ചോറൊക്കെ ഇതിനകത്തുണ്ട്. മഴ ചതിക്കാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണേ. നമ്മളിപ്പോ ഇരികലിന്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ശരി, അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഈ കുന്ന് ഇങ്ങനെ പോട്ടെ, ഭയങ്കര കയറ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ടെന്ന് നീ എന്തായാലും പറയുന്നത് എനിക്കറിയാം. നല്ല കയറ്റാണ് കേട്ടോ, ഭയങ്കര കയറ്റ. ഇവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ളൂ. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാൽ മതി. അത്യാവശ്യം വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി ഒന്നും പറിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അവിടെ ചെല്ലട്ടെ. ശ്വാസം വിടാൻ പറ്റുന്നില്ല, പക്ഷെ അടിപൊളിയാ. കിലുക്കത്തിലെ രേവതിയെ പോലെ ഉണ്ട്. കാപ്പിക്കുരു, ഇതാണ് കാപ്പിക്കുരു. ഞാൻ നിനക്കും പറ്റില്ല, ഞാൻ നിന്നെ പിടിച്ചു. നമ്മളിനിപ്പോ ഈ പറമ്പിക്കടയാണ് നമ്മൾ ഇരികലിന്റെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 1-2 വണ്ടിയൊക്കെ ഇവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും. പാമ്പുകളുണ്ടോ എന്നറിയില്ല.
അപ്പൊ നമ്മളിത് ചുറ്റും കാടാണ് കേട്ടോ. കാടല്ല സോറി, തോട്ടമാണ്. ഇതേ കാപ്പി പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ. മിണ്ടാതിരുന്നേ കണ്ടൊരു സൗണ്ട്. അപ്പൊ നമ്മള് നടന്നു നടന്ന് പോവാണ് കേട്ടോ. ഇതൊരു സ്ഥലം കണ്ടില്ല, എത്തിട്ടോ. എത്തിന്ന് തോന്നുന്നു, ഏതാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇരികല്ലിലെത്തി. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്നാ പൊളിയാ. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ദേ ഇവിടെ ഒരു കല്ല് പാറയൊക്കെ ഉണ്ട് ചെറുത്. താഴത്തേക്ക് ഇത് ഇറങ്ങിപ്പോൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ അവിടെ ഏറുമാടമൊക്കെ കണ്ടോ. ഇതൊരു റിസോർട്ടാണ്. മടുത്തു. ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഏറുമാടമൊക്കെ പോയി തുടങ്ങി തോന്നുന്നതേ കണ്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് പറമ്പാട്ടുമല ഇരികല്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു റിസോർട്ട് ഇവിടെ ഉണ്ട്, പിന്നെ ഏറുമാട ഉണ്ട്, ഒരു ചെറിയ പാറയുണ്ട്. ഉള്ളിലേക്കായിട്ട് അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ. മഞ്ഞ് ചെറുതായിട്ട് കയറി കിടപ്പുണ്ട്. അപ്പൊ പറമ്പാട്ടുമല ഇരികല്ല് ഒരു രക്ഷയില്ല. പൊളി വൈബ്, കിടുക്കാച്ചി, ഒന്നും പറയാനില്ല. സെറ്റാണ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം, പിന്നെ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാട്ടോ. ചെരുപ്പൊക്കെ ഊരി പാറയിലിട്ടു കേട്ടോ. അമ്പോ, ഇപ്പൊ നമ്മള് പറമ്പാട്ടുമല ഇരികല്ലിന്റെ എവിടെയാണ്. പൊളിയാണ്, അടിപൊളി സെറ്റാണ്. ഒന്ന് നോക്കൂ. അമ്പമ്പോ പോലെ. അമ്മേ, അയ്യോ. എന്റെ പൊന്നു ദൈവമേ, എവറസ്റ്റ് കൊടുമുടി നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ഇത്ര ഉണ്ടാവും എനിക്ക് തോന്നില്ല. അതുപോലെയാണ് താഴത്തേക്ക്. എന്റെ അമ്മ ഇവിടെ നിന്നിട്ട് നിക്കാൻ പറ്റുന്നില്ല. അത്രയും താഴ്ചയിൽ അടിയിലേക്ക് ഭയങ്കര കൊക്കയാണ്. എന്റെ പൊന്നു ദൈവമേ, ഒന്നും പറയാനില്ല. ഇതാണ് നീ പറഞ്ഞോടാ. അപ്പൊ ഇതാണ് പറമ്പാട്ടുമല ഇരികല്ലിന്റെ മുകളില്. താഴത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോ അടിയിലേക്കുള്ള കൊക്കയില്ലേ, അത്ര മാത്രമാണ് അടിയിലേക്ക്. അപ്പം അടിപൊളിയാണ്. വരുന്നവര് സൂക്ഷിക്കുക, ഒന്ന് തെന്നിയ പിന്നെ ഒന്നും നോക്കണ്ട, പൊട്ടി പോലും കിട്ടില്ല എന്ന് അക്ഷരാർത്ഥം ശരിയാണ്. അപ്പം ഇതാണ് ഇരികല്ല്. താഴത്തേക്ക് പോലെ അയ്യോ, ഒന്ന് കൂവി നോക്കട്ടെ. അവള് കൂവി, അത് പട്ടി അവിടെ ഒന്നും വല്ല പെക്കുണ്ടായിരുന്നു.
ഇവിടെ ഒരു കുരിശുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരു കുരിശുണ്ട്. അപ്പൊ പറമ്പാട്ടുമല ഇരികല്ല് അത്ര രസാണ്, ട്രെക്കിംഗ് പോലെയാണ്. അപ്പൊ വരാത്തവര് ഒന്ന് വന്ന് നോക്കുക, സൂക്ഷിക്കുക. പിന്നെ പൊളി, അടിപൊളി, അതൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ശരി. നമുക്ക് ഈ ഇരികല്ലിന്റെ അടിയിലേക്കുള്ള താഴ്ച അത് എത്രമാത്രം ആഴത്തിലാണ് എന്നുള്ളത് വീഡിയോയിലൂടെ കാണിക്കാൻ പരിമിതികളുണ്ട്. കാരണം അത്രമാത്രം താഴ്ചയിലാണ്. നമ്മളുടെ സാധാ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ടല്ലോ. പിന്നെ ഈ കല്ലിന്റെ എൻഡിൽ നിന്ന് നമുക്ക് താഴോട്ട് കുത്തനെയാണ് താഴ്ച. അപ്പൊ അത്യാവശ്യം ഒരു വലിയ കാറ്റ് വന്നാൽ പോലും താഴോട്ട് വേച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കാല് തെന്നാനും സാധ്യതയുണ്ട്. ചോറുണ്ണാൻ പോവാട്ടോ. ചോറൊന്ന് എടുക്കട്ടെ, അണ്ട് കാണിക്കാട്ടോ. അപ്പൊ ഒന്ന് കഴിച്ചാൽ മൂന്നെന്നാണ്. അതൊരു ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷെ 2 പ്രാവശ്യം നടന്നില്ല. ഇന്നിപ്പോ നടന്നു. മഴ ഇതുവരെ പെയ്തിട്ടില്ല. പെട്ടെന്ന് ചോറിനിട്ട് പോവാണ്. താഴെ ഇറങ്ങണം. അതിനു മുമ്പ് ഇതേ ചോറാട്ടോ, മേടിച്ചോണ്ട് വന്ന ചോറാണ്. അപ്പൊ ഇത് പൊതി അഴിക്കാൻ പോവാട്ടോ. ഇലയിലൊന്നും അല്ല, ഇതിനകത്ത് ചോറ് മാത്രം അടിക്കുള്ളൂ. ഇതൊരു കറി, അതെല്ലാം ഒന്ന് നോക്കട്ടെ കേട്ടോ. ആണോ? മുട്ടച്ചാറ് ദേ നോക്ക്, ഒരു പരുവായി. ഇത്തിരി കഷ്ടപ്പാടാണ്, നല്ല മെനക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് രാവിലത്തെ ഉപ്പ് ഏതായാലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ. പപ്പടം പരുവെന്ന് പറയുന്ന ഇതാണ്. നോക്ക്, പപ്പടം പരുവ. ഇത് വെണ്ടയ്ക്കോ പയറ്. അയ്യോ, മഴ പെയ്യാൻ തുടങ്ങുമോ? ഇത് ഒരു മീൻ പറഞ്ഞായിരുന്നു. ഈ നമ്മൾ ഈ ഉള്ളിച്ചാറെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. ഇത് ബീഫാട്ടോ. ഇത് സാമ്പാറ്. കുഴി കുത്തണം, ഉരുണ്ട് താഴെ പോവും. മോരുകറി ഇതേ അല്ല, മോര് പച്ചമോരുണ്ട്. വേണ്ട വേണ്ട, ആ ഉപ്പ് ഞാൻ നോക്കട്ടെ. അപ്പൊ നോക്കുന്നില്ല, മൊത്തം കൂട്ടി കുഴച്ച് കുളുകുളൂന്നായിപ്പോയി. ഇത് ചെരിഞ്ഞ താഴത്തേക്ക് പാറ കിടക്കുവാണ് കേട്ടോ. സാമ്പാറും തോരനും ബീഫ് കറിയും. അച്ചാറ് പുളി കുഴപ്പമില്ല. ഇനി ഞങ്ങള് എന്താ പറയാ, ഒരു പ്രകാരത്തിൽ കഴിച്ചിട്ട് പോട്ടെ. അപ്പൊ ഇത്രേ ഉള്ളൂ. മഴ മൂടി കെട്ടി നിൽക്കുവാണ്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ശരി, ഒരു ബൈ പറഞ്ഞേരെ. ശരി. ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം പോവാണ്. കാരണം ഇതുവരെ മഴ കൂടാതെ ദൈവം കാത്തു. ഇനി മഴ കൂടാതെ ക്യാമറ എല്ലാം നനയും. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ ദേ കാണുന്നത് കൊളമാവ്, പൂമാല, പിന്നെന്താ പറയാ, പിന്നെ ഏതായിരുന്നു, പന്നിമറ്റം. അവിടെ ആയിട്ട് വരും തൊടുപുഴ. അപ്പൊ ഇത്രേ ഉള്ളൂ.